കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതനുസരിച്ച് ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയവർക്ക് ചൂടിൻ്റെ കാഠിന്യം ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ കുറവായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള 14 ദിവസങ്ങൾ ഏതായാലും ചൂട് കുറവായിരിക്കും. 14 ദിവസം കഴിയുമ്പോൾ, അതായത് ഓഗസ്റ്റ് 24 വൈകുന്നേരം സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടും. അതോടുകൂടി ദിശ മാറ്റത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ 40 ദിവസം കൊണ്ട് ചൂടുകാലത്തിന് സമ്പൂർണ്ണമായി വിട നൽകുന്ന വിധത്തിലാണ് കാലാവസ്ഥയുടെ പോക്കെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ചിലയിടങ്ങളിൽ ഇന്നലെയും മഴ കിട്ടി, അതിൻ്റെ കുളിർമയാകാം. ഏതായാലും അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ പ്രതിഫലനമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചകം ഇന്ത്യക്കാർക്ക് മാത്രമായി അബുദാബി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്ക് 3 രാത്രികൾ അബുദാബിയിൽ ഹോട്ടലിൽ ബുക്ക് ചെയ്താൽ അവർക്ക് ടൂറിസ്റ്റ് വിസ, അതിൻ്റെ ഫീസ് കൊടുക്കേണ്ട, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒക്ടോബർ 31 വരെ ഈ ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് ഉച്ച മുതൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ബോധ്യമാവുന്നത്. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സമീപനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇനി നേരിട്ടുള്ള ചർച്ചയേ ഇല്ല. 2029 ജനുവരി 20 വരെ ട്രംപിൻ്റെ കാലാവധിയാണ്. അതിനിടയിൽ ചർച്ചയില്ല. നമ്മൾ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമെങ്കിലും ചർച്ചയ്ക്കിനി സന്നദ്ധമല്ല. ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയില്ല, അതുകൊണ്ട് തന്നെ ചർച്ചയുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ നാവിക ഉപരോധം ഈ ഹോർമൂസിൻ്റെ കടൽ ഭാഗത്ത് തുടരുന്നിടത്തോളം കാലം ഹോർമൂസ് തുറന്നു കൊടുക്കുകയുമില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അമേരിക്കയുടെ പ്രതിനിധികൾ പറയുന്നത് ഇറാനുമായിട്ട് ഭാഗികമായ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു എന്നാണ്. മറ്റൊരു നിർണായക തീരുമാനം കൂടി യുദ്ധത്തിൻ്റെ മുഖത്ത് നിന്ന് പ്രതിഫലിക്കുന്നത് ഗസ പ്ലാനിൽ നിന്ന് ബെന്യാമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി, പിന്മാറി എന്നുള്ളതാണ്. 15 അജണ്ടയാണല്ലോ സമാധാനത്തിന് വേണ്ടി പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചിരുന്നത്. ആ കരാറിൽ നിന്നാണ് ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നത്. ഹമാസിൻ്റെ നിരായുധീകരണം സമ്പൂർണ്ണമാകുന്നത് വരെ ഇനി കരാറൊന്നുമില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് കൂടുതൽ ട്രാഫിക് ഹോർമൂസിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ വളരെ കുറഞ്ഞ രൂപത്തിലാണ് ഇന്ന് കപ്പലുകൾ പോയത്. അത്രയ്ക്കില്ലായിരുന്നു എന്ന് വേണം പറയാൻ എന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുകയാണ്. അതനുസരിച്ച് എണ്ണവില മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ദുഷ്കരമായ സാഹചര്യവും ലോക ജനത അനുഭവിക്കുകയാണ്. ഇറാനിൽ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ സർവീസുകളും ഡിജിറ്റൽ ബിസിനസ്സുകളും നിരോധിക്കപ്പെട്ടൊരു സാഹചര്യം, നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി ഗവൺമെൻറ് ഏജൻസികൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഓൺലൈൻ ബിസിനസ്സിനെ ബ്ലോക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റില്ലെന്നും അത്തരം കാര്യങ്ങൾക്ക് പ്രസിഡന്റിൻ്റെ നേരിട്ടുള്ള അനുമതി തന്നെ വേണമെന്നും ഒരു പുതിയ ഉത്തരവ് ഇറാനിൽ വന്നിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature, Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.